അള്ളാഹിൻ്റെ റസൂല് 12 വിവാഹം കഴിച്ചു, 11 ഭാര്യമാരും ഒരു അടിമ സ്ത്രീ മാരിയത്തുൽ ഖിബ്തിയ റളിയല്ലാഹു തആല അൻഹ, അങ്ങനെ 12 പേര്. അത് നബി തങ്ങളുടെ ഖാസായിരുന്നു. പിന്നീട് അത് മൻസൂഖാക്കപ്പെട്ടു. പിന്നെ 4 പേര്. ആ 4 പേരെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇട്ടനുസരിച്ച് പോയി കെട്ടാനൊന്നുമല്ല. അള്ള പറഞ്ഞു 4 പേരെയും അഡ്ജസ്റ്റ് ചെയ്ത് ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ മതി, ഇല്ലെങ്കിൽ ഫവാഹിദ. അതും അള്ള പറഞ്ഞിട്ടുണ്ട്. ഇത് 4 എടുത്തിട്ടല്ല മറ്റവന്മാർ ബഹുഭാര്യത്വം നിരോധിക്കാൻ പോകുന്നത്. എന്താ സംഭവം എന്ന് അമ്മമാർക്ക് അറിയാം. ഖുർആൻ ആദ്യം ഒന്ന് പഠിച്ചു നോക്കണം. അള്ള നിർബന്ധിക്കുന്നൊന്നുമില്ല 4 പെണ്ണ് കെട്ടാൻ. നമ്മളെ അങ്ങനെ പറഞ്ഞ് ഇസ്ലാമിനെ അങ്ങ് പാർട്ടീസിലാക്കാൻ വേണ്ടി ഇടങ്ങാറാക്കാൻ വേണ്ടിയുള്ള പണിയെടുക്കുകയാണ്. ഖുർആനിലൊന്നും 4 പെണ്ണ് കെട്ടാനും പറഞ്ഞിട്ടില്ല, 3 തലാഖും എല്ലാനും പറഞ്ഞിട്ടില്ല. നിയമമുണ്ട് എല്ലാത്തിനും. ഖുർആൻ ഖുർആൻ പഠിച്ചാൽ മതി. ഇതുകൊണ്ട് ഇത് നമ്മളൊന്നും എഴുതിയതല്ലല്ലോ, ഇത് അള്ള തീരുമാനിക്കുന്നല്ലേ. ലോകത്തിൻ്റെ പ്രപഞ്ചനാഥനായ, പ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥനായ പടച്ച തമ്പുരാനാണ് ഈ വ്യവസ്ഥകൾ നമുക്ക് ഉണ്ടാക്കി തന്നത്. നമ്മളെന്തിനാണ് പേടിക്കുന്നത്? അത് വെച്ച് വായിച്ചു നോക്ക്. അതുകൊണ്ട് അല്ലാഹു തആല ഖുർആനിൽ തന്നെ പറയുന്നു, വലൻ തസ്തതിഉ അൻ തഅദലു ബൈനൻ നിസാഇ വലൗ ഹറസ്തും. നിങ്ങൾ എത്ര ആഗ്രഹിച്ചാലും ഒന്നിൽ കൂടുതൽ പെണ്ണ് കെട്ടിയാൽ നിങ്ങൾക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് പോകാൻ പറ്റൂല. അതുകൊണ്ട് വൈൻ ഖിഫ്തും അല്ലാ തഅദിലു ഫവാഹിദ, നിങ്ങൾക്ക് അവർക്കിടയിൽ നീതി കൊടുക്കാൻ കഴിയില്ല എങ്കിൽ ഫവാഹിദ, ഒന്നുകൊണ്ട് തൃപ്തിപ്പെട്. ഒന്നിനെ പോറ്റുന്ന കാര്യം നമുക്കറിയാം. ഇനി 4 രംഗം എന്തായിരിക്കും നമ്മൾ ആലോചിച്ച് നോക്കി. ഖിയാമത്ത് നാളാവുമ്പോൾ 50 പെണ്ണുങ്ങളാണ് ഒരാൾക്ക്. 50 പേരാ ഖിയാമത്ത് നാൾ. ഓടിക്കും ഇവനെ. ഓടിച്ച് ഇവൻ പോയി പ്ലാവി കയറും, വലിച്ച് താഴെ ഇറങ്ങട സൈന്യത്തിന് താഴോട്ടെന്ന് പറയും. നീ എവിടെ ഓടുക, ഇങ്ങോട്ട് ഇറങ്ങ, താഴെ. ഗതിയില്ല. എന്താ പ്രസിഡന്റ് നോക്കുന്ന? അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നില്ലേ. ഒന്നിനെ കൊണ്ടുവന്ന പാട് തന്നെ അവർക്കറിഞ്ഞൂടാ. അങ്ങനെ 50 ഖിയാമത്ത് നാളാവുമ്പോൾ അങ്ങനെയാണ്. കൂടുതലും പെണ്ണുങ്ങൾ അധികരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലേ പെണ്ണുങ്ങൾ ധരിക്കില്ലേ. ഇപ്പോൾ എവിടെ വന്നാലും സ്ത്രീകളല്ലേ കൂടുതൽ. വാതിനാലും സ്ത്രീകൾ കൂടുതലാണ്, ഉത്സവത്തിന് പോയാലും സ്ത്രീകൾ കൂടുതലാണ്, ബീച്ചിൽ പോയാലും സ്ത്രീകൾ കൂടുതലാണ്, കല്യാണത്തിന് പോയാലും സ്ത്രീകൾ കൂടുതലാണ്. അല്ലേ? എവിടെ ചെന്നാലും സ്ത്രീകളല്ലേ കൂടുതൽ. ഖിയാമത്ത് നാൾ അടയാളം അവർ വർദ്ധിക്കും. ആണുങ്ങളൊക്കെ അടിച്ചടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്, പീസായിക്കൊണ്ടിരിക്കുക. അള്ളാഹു ദീർഘായുസ്സ് തരട്ടെ. പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിക്കുന്നവരാ ആണുങ്ങളാ. പെണ്ണുങ്ങൾ വല്ല അറ്റാക്ക് വന്ന് മരിച്ചാട്ട് ആണ്ടിലോ അമാവാസിയിലും എങ്ങാണ്ട് ഒരെണ്ണം കേൾക്കാം, അത്രയേ ഉള്ളൂ. ഇത് ആഴ്ചയിൽ 9 വട്ടവും ഇല്ലേ? ഇല്ലേ? ശരിയല്ലേ? അപ്പോൾ പീസായി പോയിക്കൊണ്ടിരിക്കുക. അത് ദീർഘായുസ്സ് തരട്ടെ. അപ്പോൾ അതുകൊണ്ട് ഒന്നിനെ കൊണ്ടുപോകുന്ന പാട് തന്നെ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അള്ളാഹ് അത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് മതി നിങ്ങൾക്ക്, 4 പറ്റൂല. പക്ഷെ നബി തങ്ങൾ അങ്ങനെ ആയിരുന്നില്ല. അള്ളാഹിൻ്റെ റസൂല് 25 വർഷം പരിപൂർണമായി സന്തോഷത്തോടു കൂടി കഴിഞ്ഞത് ഖദീജ റളിയല്ലാഹു തആല അൻഹയോടൊപ്പമാണ്. ഖദീജ ബീവിയാണ് ആദ്യത്തെ ഭാര്യ, പ്രഥമ ഭാര്യ. 40 വയസ്സ്, നബി തങ്ങൾക്ക് 25 വയസ്സ്. നമ്മൾ കെട്ടുമോ? ഒരു 40 വയസ്സായ ഒരു താത്ത അവിടെ ഇരിപ്പുണ്ട്. ഒരു കല്യാണം ഞാൻ ആലോചിക്കുക, 25 വയസ്സാരമ്പാ. ഇനി എത്ര നല്ല സുന്ദരിയാണെങ്കിൽ പോലും നമ്മൾ കെട്ടുമോ സഹോദര? എന്നിട്ട് നമ്മൾ വലിയ ന്യായം പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിൻ്റെ നേതാവ് പഠിപ്പിച്ച് കാണിച്ചു കൊടുത്തു. വിധവയായ ഖദീജ റളിയല്ലാഹു തആല അൻഹ 40 വയസ്സ്, നബി തങ്ങൾക്ക് 25 വയസ്സ്. മാഷാ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എൻ്റെ ഖദീജയാണ്. ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ ജീവിതത്തിൽ, നബിതങ്ങളുമായുള്ള ആ ഒരു കുടുംബ ജീവിതത്തിൽ 25 വർഷം ഖദീജ ബീവി വഫാത്താകുന്ന സമയം വരെ നബിതങ്ങൾ മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല. ഖദീജ റളിയല്ലാഹു തആല അൻഹ വഫാത്താകാൻ കിടക്കുന്ന സമയം ലമ്മസ്തദ്ദത് മറലു ഖദീജ. എല്ലാ പെണ്ണുങ്ങളും ഒന്ന് മനസ്സിലാക്കണം കേട്ടോ, സഹോദരിമാരൊന്ന് മനസ്സിലാക്കിക്കോളി. നിങ്ങൾക്കൊക്കെ ഭർത്താക്കന്മാരൊക്കെ ഉണ്ടല്ലോ, നിങ്ങളൊക്കെ ഇങ്ങനെ ആയിരുന്നോന്ന് അറിയാൻ വേണ്ടി പറഞ്ഞ വാക്കാണ്. ഖദീജ റളിയല്ലാഹു, നമ്മൾ സമ്മിലൂനി എന്ന് പറയുമ്പോൾ ഈ ഖദീജ ആരാണെന്ന് മനസ്സിലാക്കണ്ടേ. നമുക്കൊരു വിഷമം വരുമ്പോൾ ഓടി നമ്മൾ സമാധാനത്തിന് പോകുന്ന നമ്മുടെ ഭാര്യയുടെ അടുക്കലേക്കാണ്. ഒരു ഭാര്യ ഒരു ഭർത്താവിനെ എങ്ങനെ സ്വീകരിക്കണമെന്ന് ഖുർആൻ പഠിപ്പിച്ചു തരികയാണിത്. ഏറ്റവും വലിയ കുടുംബം ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതാണ് ഖുർആൻ പഠിക്കണമെന്ന് പറയുന്നത്, ഖുർആൻ മനസ്സിലാക്കണത്. ഖദീജ റളിയല്ലാഹു തആല അൻഹ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ കിടക്കാണ്, മരിക്കാറായി കിടക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോക്കിയിട്ട് പറഞ്ഞു, അള്ളാഹിൻ്റെ റസൂലെ, എനിക്ക് അങ്ങയോട് ചില ഉപദേശം നടത്താനുണ്ട്, ഒരു വസിയത്തുണ്ട്, ഒന്ന് വരണം, എൻ്റെ അടുക്കലേക്ക് ഓടി വരണം. ഖദീജ റളിയല്ലാഹു തആല വഫാത്താകാൻ കിടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നു. എന്താ പറയുക ഖദീജ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖദീജ ബീവി റളിയല്ലാഹു തആല പറഞ്ഞു, ഒന്നാമത് ഫഅഫുനി യാ റസൂലല്ലാഹ്, എനിക്ക് പൊരുത്തം തരണം. ഇന്നി ഖാസിറും ബിക, 25 വർഷ കാലയളവിലെ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ അങ്ങയോടൊപ്പം ഒരുപാട് പൊരുത്തക്കേടുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടാകും.
അങ്ങക്ക് ഇഷ്ടപ്പെടാത്തതൊക്കെ എൻ്റെ നാവിൽ നിന്ന് വന്നിട്ടുണ്ടാകും. അതുകൊണ്ട് അള്ളാൻ്റെ റസൂലെ ഫഅഫുനി, എനിക്ക് പൊരുത്തപ്പെട്ട് തരണം. നബീന റസൂലുള്ളാഹി തങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ? പൊരുത്തം ചോദിച്ച് ഇഷ്ടപ്പെട്ടില്ല എന്നല്ല. ഖദീജ ബീബി പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ ജീവിതത്തിൽ അങ്ങക്ക് ഇഷ്ടപ്പെടാത്തതും പൊരുത്തമില്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് പൊരുത്തം തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറക്കെ പ്രഖ്യാപിച്ചു, ഉറക്കെ പറഞ്ഞു, ഹാഷാ വകല്ല മാ റഅയ്തു മിൻക ഖാസിറ മിൻകി ഖാസിറ, ഖദീജ നീ അങ്ങനെ പറയരുത്, ഒരിക്കലും നിന്നിലൊരു ന്യൂനത ഞാൻ കണ്ടിട്ടേ ഇല്ല. 25 വർഷ കാലയളവിലെ കുടുംബജീവിതത്തിൽ ഒരു ഭർത്താവ് ഒരു ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ് മരിക്കാറായപ്പം, നിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ എനിക്കൊരു കുഴപ്പം നീ ഉണ്ടാക്കി വെച്ചിട്ടില്ല, ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ അങ്ങനെ പറയരുത്, എനിക്ക് വിഷമമുണ്ടാവും. നബി കരഞ്ഞു എന്ന് ഹദീസിൽ കാണാം. അങ്ങനെ പറഞ്ഞ വാക്ക് പൊരുത്തം ചോദിച്ചതിന്, കാരണം ഒരു കുഴപ്പമില്ലായിരുന്നു. എന്നാലും ഒരു ഭാര്യയുടെ കടമയാണ് ഒരു ഭർത്താവ് മരിക്കാറാവുമ്പം പോയി പൊരുത്തം വാങ്ങാൻ. ഇതിപ്പോൾ ICUയിൽ കൊണ്ടിട്ട് മയ്യത്തായിട്ടാണ് തരുന്നത്, പിന്നെ അവിടെ പോയി പൊരുത്തം ചോദിക്കാനാ? അതുകൊണ്ട് ICU കയറ്റരുത് കഴിവതും. ഇനി ICUയിൽ എങ്ങാനും കയറിയ കൂടെ കയറിയിട്ട് വരണം, മച്ചാ ICU അറിയാമല്ലോ, ICU എന്നാണ് അതിൻ്റെ അർത്ഥം. ചിലപ്പോൾ കണ്ട് ഇല്ലെങ്കിൽ ഇല്ല. CU എഗൈൻ എന്ന് പറഞ്ഞ ഒരെണ്ണം പണിയുന്നുണ്ട് അപ്പുറത്ത്. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് നിന്ന് വല്ല അപാകത സംഭവിച്ച് നിങ്ങൾ മരിക്കുന്നതിന് മുമ്പങ്ങാണ് ഞാൻ അറ്റാക്ക് വന്ന് പുറത്ത് നിന്ന് മരിച്ചാലും, ഇനി ഞാൻ മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ മരിച്ചാലും, നമ്മുടെ ജീവിതത്തിൽ വന്ന എന്തെങ്കിലും പിഴവുകളുണ്ടെങ്കിൽ പരസ്പരം പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞ് ഒരു ഉമ്മ കൊടുത്തേക്കണം. ICUയിൽ കിടക്കുന്ന ഇക്കാമാരെ മച്ചാന്മാരെ ഒരു പൊരുത്തം വാങ്ങിക്കോളൂ, ഏറ്റവും നല്ല കാര്യം അതാണ്. വടിയായി പോയാൽ പടച്ചവൻ്റെ അടുക്കൽ നമുക്ക് പറയാം, പടച്ചവനെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടായിരുന്ന പക്ഷേ ഞങ്ങൾ പൊരുത്തം വാങ്ങിയിട്ടുണ്ട് പടച്ചവനെ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതല്ലാതെ മരിച്ചുപോയാൽ ആകെ പ്രശ്നങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് പൊരുത്തം വാങ്ങണം നബിതങ്ങളോട്. അതുകൊണ്ടാണ് ഖദീജ ബീവി ചോദിച്ചത്, പൊരുത്തം വാങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്പോൾ പറഞ്ഞ വാക്കെന്താ? ഇല്ല ഖദീജ, ഒരിക്കലും നിൻ്റെയോടൊപ്പം ഞാൻ ജീവിച്ചിട്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഖദീജ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടാമത് ഒരിക്കൽ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് വഹിയുമായിട്ട് വരുമ്പോൾ ഖദീജ റളിയല്ലാഹു തആല അന്നയ്ക്കൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, ജിബ്രീൽ വന്നിട്ട് നബിയെ ഖദീജ ബീവിക്കൊരു സലാം പറയണം. ഫബശ്ശിർഹാ ബിബൈത്തിൻ, അവൾക്ക് സ്വർഗത്തിൽ ഫബശ്ശിർഹാ ബിബൈത്തിൻ ഫിൽ ജന്ന മിൻ ഖസബിൻ ലാ സഖബ ഫീഹാ വലാ നസബ. ഒരു ക്ഷീണവും തളർച്ചയും പ്രശ്നങ്ങളും വഴക്കും വയ്യാവലിയും ഒന്നുമില്ലാത്ത ഒറ്റ മുത്തിനാലുള്ള ഒരു കൊട്ടാരം കൊണ്ട് ഒരു സന്തോഷ വാർത്ത ഖദീജ ബീവിക്ക് അറിയിക്കണേ നബിയെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. ഒരു നിലയ്ക്കും അവൾക്ക് വിഷമം ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു വീട്, ഒറ്റ മുത്തിനാലുള്ള കൊട്ടാരം. നമ്മളൊക്കെ ഈ ഓരോ അവധിക്ക് ഓരോ ദൂര സ്ഥലങ്ങളിൽ പോയി റിസോർട്ട് എടുത്ത് കിടക്കുന്നതെന്ന് അറിയോ? ഈ വലിയ വലിയ സമ്പന്നന്മാരും വലിയ മുതലാളിമാരും ടെൻഷൻ മാറാൻ വേണ്ടി റേഞ്ചൊന്നും ഇല്ലാത്ത സ്ഥലത്ത് പോയി കിടക്കും. റാഹത്തായിട്ട് കാട്ടിൽ റിസോർട്ട് എടുത്ത് 2-3 ദിവസം ഒച്ചപ്പാടും ബഹളമൊന്നുമില്ല, സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങാൻ. സ്വർഗത്തിൽ അങ്ങനെ ഒച്ചപ്പാടില്ലാത്ത ഒരു വീടിനാണ് ലാ സഖബ ഫീഹി വലാ നസബ എന്ന് പറഞ്ഞത്. ഒറ്റ മുത്തിനുള്ള കൊട്ടാരം. എന്തിനാണ് ഖദീജ ബീവി ഒറ്റ മുത്തിനുള്ള കൊട്ടാരം കൊടുത്തതെന്നറിയോ? ലം തർഫഅ സൗതഹാ അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഹ്റൻ ഇലാ ദഹ്റിൻ. 25 വർഷ കാലയളവിൽ നബിതങ്ങളുമായി കുടുംബജീവിതം നയിച്ചിട്ട് ഒരിക്കൽ പോലും നബിതങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ദേഷ്യപ്പെട്ടിട്ടില്ല, ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല. 25 വർഷ ജീവിതത്തിൽ ഭാര്യ ഭർത്താവിൻ്റെ മുഖത്തു നോക്കി ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല. ആ ഒരൊറ്റ കാരണത്താലാണ് അല്ലാഹു തആല സ്വർഗത്തിൽ ഖദീജ ബീവിക്ക് ഒറ്റ മുത്തിനാലുള്ളൊരു കൊട്ടാരം കൊടുക്കുന്നതെന്ന് ഹദീസിൽ അല്ലാഹു തആല അറിയിക്കുന്നു, നബി തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഭാര്യമാർ ആലോചിച്ച് നോക്കി, കല്യാണം കഴിച്ച് 25 വർഷമായി 30 വർഷമായി, നമ്മുടെ ദേഷ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഇന്ന് രാത്രി പോയിട്ട് ചോദിക്കണം. ഉണ്ടെങ്കിൽ അങ്ങ് പൊരുത്തം വാങ്ങിച്ച് ക്ലിയർ ചാറ്റ് അടിച്ച് ഡിലീറ്റ് ആക്കിയേരെ. അപ്പോൾ നാളെ അത് ഇൻഷാ അല്ലാഹ് അത് കബൂലായി കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം ഒറ്റ മുത്തും കിട്ടൂല, ചിലപ്പോൾ ഒറ്റ കുത്തായിരിക്കും കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കുന്നതിന് ഒരു പൊരുത്തം വാങ്ങുന്നത് നല്ലതാണ്. അപ്പോൾ എന്ത് വിഷമം വന്നാലും നബിതങ്ങൾ പെട്ടെന്ന് പോയി അടുക്കുന്നത് ആരോടാ? ഖദീജ ബി അടുക്കലേക്കാണ്. മനസ്സിന് സമാധാനം കിട്ടും. അതാണല്ലോ വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ
ലിതസ്കുനൂ ഇലൈഹാ, സുക്കൂനത്ത് ലഭിക്കുന്നത് തൻ്റെ ഭാര്യമാരിൽ നിന്നാണ്. സുക്കൂനത്ത്, സമാധാനം ലഭിക്കുന്നത് അവളിൽ നിന്നാണ്. സമാധാനം കിട്ടണം, അതാണ് ഈ പെണ്ണെന്ന് പറഞ്ഞാൽ. ഈ പെണ്ണെന്ന് പറയുന്ന സാധനം തന്നെ നമുക്ക് സമാധാനം തരാനുള്ള സാധനമാണ്, നമ്മളെ ടെൻഷൻ അടിപ്പിക്കാനുള്ളതല്ല. അപ്പോൾ ടെൻഷൻ അടിപ്പിക്കുന്ന പെണ്ണുങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിച്ച ഒരു പ്രവാചകനുണ്ട്, ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സൗജത്തിൻ തുശയ്യിബുനി ഖബ്ല വഖ്തിൽ മശീബ്. അല്ലാഹുവേ, ഞാൻ മരിക്കുന്നതിന് മുമ്പ് എന്നെ മരിപ്പിക്കുന്ന, ഞാൻ നരയ്ക്കുന്നതിന് മുമ്പ് എന്നെ നരപ്പിക്കുന്ന ഒരു ഭാര്യയെ നീ എനിക്ക് നൽകല്ലേ പടച്ചവനെ. അങ്ങനെയുള്ള പെണ്ണിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുന്നു അല്ലാഹ്. കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞ ടെൻഷൻ അടിപ്പിക്കും ഭാര്യമാർ. ഭർത്താവിൻ്റെ വരുമാനവും സ്രോതസ്സും മനസ്സിലാക്കാതെ ഓരോ കാര്യങ്ങൾ നിർബന്ധിക്കും. സ്ത്രീകൾ നരകത്തിലാണെന്ന് നബിതങ്ങൾ പറയുന്നു. കുറേ വിഭാഗം സ്ത്രീകൾ. ഏത് സ്ത്രീകളെന്നറിയാം? അതിലൊരു സ്ത്രീയാണ്, അതിൽപ്പെട്ട ഒരു വിഭാഗമാണ്. നബിതങ്ങൾ പറഞ്ഞ വാക്കാണ്, ഭർത്താക്കന്മാരെ കൊണ്ട് എടുക്കാൻ പറ്റാത്ത ചുമട് എടുപ്പിക്കുന്ന പെണ്ണ്. തുതീഖു അലാ സൗജത്തിഹ, അവളുടെ മേൽ, തൻ്റെ ഭർത്താവിൻ്റെ മേൽ നിർബന്ധിക്കാൻ, അടിച്ചേൽപ്പിക്കാൻ പറ്റൂല അയാളെ കൊണ്ട്. ഇന്നെനിക്ക് നെയ്മീൻ വേണം, 1100 രൂപയാണ് ഖദീജ, അത് നിങ്ങൾ മേടിച്ചുകൊണ്ട് തരണം, നിങ്ങൾ കെട്ടിയോനല്ലേ, എൻ്റെ വാപ്പ 50 പവൻ തന്നിട്ടല്ലേ അങ്ങോട്ട് കെട്ടിച്ചു വിട്ടത്, ഇനിയിപ്പോൾ 50 പവനൊന്നും വേണ്ട, 2 നെയ്മീൻ്റെ തല കൊടുത്ത് കെട്ടിച്ചാൽ മതി, അതാ നല്ലത്. ഒരു കിലോ നെയ്മീൻ മേടിച്ചോണ്ട് പോവാ. അത് സംഭവം ശരി തന്നെ. എപ്പോഴും സമ്പത്തിൽ കയ്യിലൊക്കെ പണം ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ, എപ്പോഴും സമ്പത്ത് ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഭർത്താവിൻ്റെ അവസ്ഥ മനസ്സിലാക്കി പ്രവർത്തിക്കണം. അതുകൊണ്ടാണ് ദാവൂദ് നബി ദുആ ചെയ്ത്, പടച്ചവനെ എന്നെ ടെൻഷൻ അടിപ്പിക്കുന്ന പെണ്ണിനെ നീ എനിക്ക് തരല്ലേ അല്ലാ. കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാർ ഈ ദുആ ചെയ്തോ ഇന്ന് മുതൽ ഇൻഷാ അല്ലാ, കേട്ടോടാ, നീയൊക്കെ ചെയ്തോ, അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചതിൻ്റെ ഒക്കെ ഊപ്പാട് വരും, ഉള്ള മുടിയും കൂടെ നരച്ചു പോകും. ഒന്നാമതേ ഇപ്പം മുടി മൊത്തം നരച്ചിരിക്കുക ചെറുപ്പക്കാരുടെ മൊത്തവും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ ടെൻഷനും അടിച്ചാൽ പോകും. അതുകൊണ്ട് ടെൻഷൻ അടിക്കാതിരിക്കുമ്പോൾ ഇപ്പോഴും ദ്വാരം വേണം, നല്ല പെണ്ണ്. അതിനാണ് സുക്കൂനത്ത് പെണ്ണെന്ന് പറഞ്ഞാൽ. പെണ്ണെന്ന് പറഞ്ഞാൽ അതുകൊണ്ടല്ലേ ഈ ഹോസ്പിറ്റലിലൊക്കെ നേഴ്സന്മാരെ വെച്ചത്. ഫീമെയിൽ നേഴ്സുണ്ട്, മെയിൽ നേഴ്സുണ്ട് ഇല്ലേ? പക്ഷേ ആണുങ്ങൾ നേഴ്സ് വന്ന് ഇഞ്ചക്ഷൻ വെക്കുന്നതും പെണ്ണ് നേഴ്സ് വന്ന് ഇഞ്ചക്ഷൻ വെക്കുന്ന വ്യത്യാസമുണ്ട് ഇല്ലേ ഉസ്താദേ? ആണുങ്ങൾ വന്ന് ഇഞ്ചക്ഷൻ വെക്കുന്നത് ഒരുമാതിരി ഇനിമ എടുക്കുന്നവരോട് ഒറ്റ കുത്താ, അവൻ കയറ്റിയിട്ട് പോകും. പെണ്ണുങ്ങളാകുമ്പോൾ ചേട്ടാ ചേട്ടാ അപ്പച്ചാ എന്നൊക്കെ പറഞ്ഞ് 2 തടവടമ്പോഴേ നമ്മുടെ പനിയൊക്കെ പോയി. സംഭവം ഒരു എക്സ്ട്രാ 2 ദിവസം കൂടെ അവിടെ കിടന്നാൽ കൊള്ളാൻ തോന്നിപ്പോവും നമുക്ക്. ഇപ്പോഴേ ഡിസ്ചാർജ് ചെയ്യല്ലേ, 2 ദിവസം കൂടെ കിടന്നോട്ടെ, അപ്പച്ചൻ്റെ 2 കുത്തൂടെ കിട്ടട്ടെ. അതാണ് അവരെ അല്ലാഹു തആല വെച്ചത്. എന്തിനാണ്? അവർക്കൊന്നൊരു അത്രയ്ക്ക് സന്തോഷം, സുക്കൂനത്ത് അവരിൽ നിന്ന് കിട്ടും. നമുക്കൊരു മനസ്സമാധാനം തരും പെണ്ണുങ്ങൾ. നിങ്ങൾ ടെൻഷൻ അടിക്കുമ്പോൾ ഒരു മനസ്സമാധാനം, ആ ടെൻഷൻ മാറാൻ. അതായത് ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ, വലിയ ഭാരിച്ച ഉത്തരവാദിത്തം നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീലിലൂടെ കൊണ്ടുവന്നപ്പോൾ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടപ്പോൾ നബി തങ്ങൾ പേടിച്ചു പോയി. നേരെ പോയിട്ട് ഖദീജയുടെ അരികിലേക്ക് പോയിട്ട് സമ്മിലൂനി ദസിറൂനി യാ ഖദീജ, ഒന്ന് പുതപ്പിട്ട് മൂടണേ ഖദീജ. അതാ പറഞ്ഞത്, അല്ലാതെ പുതപ്പിട്ട് മൂടു ഖദീജ. പുതിയ സിസ്റ്റം ഇപ്പം ഇറങ്ങിയിരിക്കല്ലേ, എല്ലാം പഴയ പാട്ട് കുത്തിപ്പൊക്കേണ്ടി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെയൊക്കെ എടുത്തു വെച്ചിട്ട് പുതപ്പിട്ട് മൂടു ഖദീജ മാണിക്ക മലരായ ബിവി, ഇതൊക്കെ ഇപ്പോഴാണ് ഇറങ്ങുന്ന സംഭവം. എല്ലാം പഴയത് കുത്തിപ്പൊക്കി കൊണ്ടുവരിക, എല്ലാം ഇപ്പം അങ്ങനെയല്ലേ. അല്ലാഹ് കാക്കട്ടെ. അവർക്കൊക്കെ ഒരു കളി, അവർക്കൊക്കെ ഒരു കാശ്, ഒരു ലൈക്ക് കിട്ടാനും കുറച്ച് വ്യൂസ് കിട്ടാനും അള്ളാൻ്റെ പ്രവാചകൻ്റെ ഭാര്യമാരെ വെച്ച് അവർ കളിക്കുകയാണ്. ഗുണം പിടിക്കൂല കേട്ടോ, സൂക്ഷിച്ചോണം. കളിക്കുന്നതൊക്കെ സൂക്ഷിച്ച് വേണം. എന്തേ ശരിയല്ലേ? നീ ഇതെടുത്ത് കട്ടാക്കിയിട്ട് പറയും ഇയാൾ പിരാവിയെന്ന് പറയും. അങ്ങനെയൊക്കെ തന്നെ ഈ ലൈവ് എന്ന് പറഞ്ഞ സാധനം അങ്ങനെ തന്നെയാണ്. സംഭവം ശരിയല്ലേ? ഇവരായിട്ട് പാട്ടുപാടി കാശുണ്ടാക്കാനുള്ള കേസ് കേട്ടാണ് ഖദീജ റളിയല്ലാഹു തആല അന്നടക്ക് നബി തങ്ങൾ പോയത്. ഈ ഭാരിച്ച ഉത്തരവാദിത്വം, ഖുർആൻ ഇതാ ഇറങ്ങുന്നു, പടച്ചവനെ ഇതെങ്ങനെ ഞാനിത് പരിപൂർണമായി ഉമ്മത്തിനെ എത്തിച്ചു കൊടുക്കും, എന്നെക്കൊണ്ട് പറ്റുമോ അല്ലാ. അങ്ങനെ ഒരു പേടി, വിഭ്രാന്തി. അങ്ങനെയാണ് ഓടി ടെൻഷൻ അടിച്ച് വന്നപ്പോൾ ഖദീജ ബീവി എന്താ ഇരിക്കി കണ്ട. ഒരു പെണ്ണിൻ്റെ ഉത്തരവാദിത്തമാണ്. ഒരു ഭർത്താവ് ടെൻഷൻ അടിച്ച് വരുമ്പോൾ മുഖത്തുനിന്ന് മനസ്സിലാക്കണം, ഈ എൻ്റെ ഇക്കാക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, പെട്ടെന്ന് മനസ്സിലാക്കണം. ഖദീജ റളിയല്ലാഹു തആല എന്ന വരുന്ന വരവ്, ഖദീജ നബി തങ്ങളെ വരവ് കണ്ടപ്പോഴേ പെട്ടെന്ന് പിടിച്ച് അവിടെ ഇരുത്തി. അവിടെ ഇരിക്കി, സമാധാനമായിട്ട് അവിടെ ഇരിക്കി, ഒന്നിരിക്കി, അവിടെ ഇരിക്കി. ഒരു 10 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്ക് കുറച്ച് ടെൻഷൻ മാറുമല്ലോ. ടെൻഷൻ മാറിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, പറയ് എന്താ സംഭവിച്ചത്?
അതാണ് വേണ്ടത്. ഇതിപ്പോൾ വീട്ടിൽ നിന്ന് ഭർത്താവ് രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടി പോവാണ്, പെട്ടെന്ന് പോയി കുട്ടികളുടെ ഫീസ് അടയ്ക്കാൻ സമയമായി, വണ്ടിയുടെ CC അടയ്ക്കാൻ സമയമായി, അവിടെ കോഴിക്കടയിൽ പൈസ കൊടുക്കാൻ സമയമായി, പച്ചക്കറിക്കടയിൽ പൈസ സമയമായി. ഇതൊക്കെ പറഞ്ഞപ്പോൾ രാവിലെ ഇയാൾ വണ്ടി എടുത്തുകൊണ്ട് പോകുമ്പോൾ പലിശക്കാരൻ തിരിച്ചു വരുന്നു ചോദിക്കാൻ വേണ്ടി. ഇവൻ ടെൻഷൻ അടിച്ച് അതേപോലെ സ്പീഡിൽ ഓടി വരും. അങ്ങനെ ടെൻഷൻ അടിച്ച് കയറി വരുമ്പോൾ ഭാര്യ എന്ത് ചെയ്യണം? എൻ്റെ ഇക്ക തിരിച്ചു വന്നല്ലോ, എന്താ സംഭവം, വാ കയറി ഇരിക്കി, വെള്ളം തരാം, എന്താ പ്രശ്നം? ആ വേർപ്പിലും ആ ടെൻഷനിലും ആ മുഖത്തുനിന്നത് മനസ്സിലാക്കിയിട്ട് ഭർത്താവിനെ എന്ത് ചെയ്യിപ്പിക്കണം? സമാധാനിപ്പിക്കണം. എന്താ പ്രശ്നം, നമുക്ക് പരിഹരിക്കാം. ഇക്ക ടെൻഷൻ അടിക്കാതിരിക്കുക, വയലൻ്റ് ആവാതെ, എന്താ സംഭവം, കാര്യം പറ, അവിടെ ഇരി, വെള്ളം കുടിക്കുക, നല്ല കരിക്കും വെള്ളമോ ജ്യൂസോ ഒക്കെ കൊടുത്തിട്ട് സമാധാനിപ്പിച്ച് ഫാനൊക്കെ ഇട്ട് കൊടുത്തിട്ട് റാഹത്താക്കി അവിടെ ഇരുത്ത്. ഖദീജ ബീവി ചെയ്ത് അങ്ങനെയാണ് നബിയെ. ടെൻഷനെല്ലാം മാറി സമാധാനമായപ്പോൾ നബിതങ്ങളോട് ചോദിച്ചു, എന്താ പ്രശ്നം? അല്ല ഖദീജ, ജിബ്രീൽ വന്നു, പടച്ചവനെ എൻ്റെ മേലെ വലിയൊരു ഉത്തരവാദിത്വമായിട്ടാണ് വന്നത്, ഞാൻ എങ്ങനെ അത് ഏറ്റെടുക്കും? എനിക്കറിയില്ല. അത് ഒരു വലിയൊരു രൂപം ആദ്യമായിട്ട് വരുമല്ലേ സംഭവം. നബിതങ്ങൾക്ക് ഇത് കണ്ട് പേടിയായിപ്പോയി, എങ്ങനെ ഞാനത് ഏറ്റെടുക്കും? അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുകയും ആ രൂപം ആകപ്പാട് പേടിച്ച് ടെൻഷൻ അടിച്ച് വന്നപ്പോൾ ഖദീജ ബീവി സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞു, ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ അതാ, ഭർത്താവിനെ എത്ര ടെൻഷനിൽ സമാധാനിപ്പിക്കണം, എത്ര ടെൻഷനിൽ. അതാണ് പെണ്ണ്. ഖദീജ പറഞ്ഞു, നിങ്ങൾ സമാധാനിട്ടിരിക്കുക, ഇനി ആ കോലം നിങ്ങൾ കണ്ടാൽ എന്നെ വിളിക്കും. അതാ പറഞ്ഞത്, ഒരു പെണ്ണതാണ്. ഇനി അങ്ങനെ ഒരു രൂപം നിങ്ങൾ കണ്ടാൽ എന്നെ വിളിക്കും, ഞാൻ വരാം. പാതിരാത്രി നമ്മുടെ വീട്ടിൽ കിടക്കുമ്പോൾ ഒരു വെള്ളയ്ക്ക വീണെന്ന് വെച്ചോളി, വീടിൻ്റെ മുകളിലൊരു വെള്ളയ്ക്കാണ് പടവുന്നൊരു സൗണ്ട് കേട്ട്. പെട്ടെന്ന് നമ്മൾ പറയും, സവിയ ഒരു സൗണ്ട് കേട്ട്, നീ ആ ലൈറ്റ് ഇട്ടൊന്ന് നോക്കിയാൽ. നിങ്ങളിപ്പോൾ മരിച്ചാ എന്നെ കൊണ്ടൊന്ന് വയ്യ, ആരെങ്കിലും വന്നെ കള്ളന്മാരെല്ലാം അടിച്ചുകൊണ്ടോ, നിങ്ങൾ വേണമെങ്കിൽ പോ. അങ്ങനെയുണ്ട്. നമ്മൾ പൊയ്ക്കോളാൻ, നമ്മളെ കൊല്ലട്ടെ, നീ സമാധാനമായിട്ട് സേഫ്റ്റി ആയിട്ട് ഇവിടെ കിടന്നു. അങ്ങനെയല്ലേ നമ്മുടെ ഭാര്യ പറയൂ, ഞാൻ പോവില്ല, എനിക്കറിഞ്ഞൂടെ, അവിടെ വെള്ളമുണ്ട്, എനിക്കറിഞ്ഞില്ല, സംഭവമില്ല. എന്നാൽ ധൈര്യമായിട്ട് എഴുന്നേറ്റ് പോകണം, എൻ്റെ ഇക്ക സേഫ്റ്റി ആവട്ടെ, ഞാൻ പോയി നോക്കട്ടെ എന്താ പ്രശ്നമെന്ന്. ഖദീജ ബീവി പറഞ്ഞ വാക്കതാണ്, ഇനി അങ്ങനത്തെ ഒരു രൂപം കണ്ട എൻ്റെ അടുത്ത് പറ, ഞാൻ വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രണ്ടാമത് വഹിയായിട്ട് വന്നപ്പോൾ ജിബ്രീൽ, ഖദീജ ഓടിവാ, ദാ വന്നു, രൂപം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബിയെ വിളിച്ചു. ഖദീജ റളിയല്ലാഹു തആല അൻഹ നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ എടുത്ത് മടിയിൽ വെച്ചു. എന്താണ് അതിൻ്റെ അർത്ഥം? മടിയിൽ വെച്ചു. ഭാര്യമാർ ആരെങ്കിലും നിങ്ങളുടെ ഭർത്താവിനെ മടിയിൽ വെച്ചിട്ടുണ്ടോ ഉസ്താദെ? ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എടുത്ത് മടിയിൽ വെച്ച്. നമ്മൾ വേണമെങ്കിൽ അവളെ എടുത്ത് മടി വയ്ക്കും, അവളുടെ മടിയിൽ നമ്മളും കയറിയിരിക്കണം. അങ്ങനെ നമ്മുടെ മടിയിൽ ഇരുന്ന് സൂഹിക്കണ്ട, കുറച്ച് അങ്ങോട്ട് ഇരുന്ന് കൊടുക്കണം. ഖദീജ ബി വെച്ചല്ലേ അബീവേ. ഖദീജ റളിയല്ലാഹു തആല എന്നെ മടിയിലെടുത്ത് ഇരുത്തിയിട്ട് ചോദിച്ചു, നബിയെ ആ രൂപം കാണുന്നുണ്ടോ? ഉണ്ട് ഖദീജ, ഉണ്ട്. വലത്തോട്ട് തിരിച്ചു വെച്ചു ഖദീജ ബീവി, ഇന്നിപ്പോഴും ഉണ്ടോ? ഉണ്ട്. ഇടത്തോട്ട് തിരിച്ചു വെച്ചു, ഇപ്പോഴും ഉണ്ടോ? ഉണ്ട്. തലയിൽ തട്ടുണ്ടായിരുന്നു, ഖദീജ റളിയല്ലാഹു തആല എടുത്ത് മാറ്റി, ഇപ്പൊ ഉണ്ടോ? ഇല്ല. അപ്പൊ ഖദീജ റളിയല്ലാഹു തആല പറഞ്ഞു, വല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദ. നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളെ അള്ളാഹു നിന്ദിക്കുകയില്ല. ഇത് അള്ളാഹുവിന്റെ മലക്കാണ്, അതുകൊണ്ടാണ് ഞാൻ തലയിലെ തട്ടമെടുത്ത് മാറ്റിയപ്പോ ആ മലക്ക് അവിടെ നിൽക്കാതിരുന്നത്. ഖദീജ റളിയല്ലാഹു തആല ബുദ്ധിമതിയാണ്, മനസ്സിലാക്കണം. നിങ്ങളെ അള്ളാഹ് നിന്ദിക്കൂല. വലിയൊരു ഉത്തരവാദിത്തം, ഭാരിച്ച ഉത്തരവാദിത്തം അള്ളാഹു ഈ സമുദായത്തിന്റെ കടിഞ്ഞാൻ അള്ളാഹു നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കാൻ പോവുകയാണ്. അതിന്റെ തെളിവാണ് ഈ കണ്ടത് എന്ന് ബഹുമാനപ്പെട്ട ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമാശ്വസിപ്പിച്ചു, ആനന്ദിപ്പിച്ചു, സന്തോഷിപ്പിച്ചു.